ഹായ് ഫ്രണ്ട്സ്, ചങ്ങായി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഡെസേർട്ട് തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് 2 വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. ഒരു മിക്സിയുടെ ജാറിലേക്ക് അതിനെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്യാരറ്റ് കൂടുതലായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവും കൂട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 ക്യാരറ്റിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയുടെ അളവാണ് ഇവിടെ കാണിക്കുന്നത്. ഞാനിവിടെ 2 വലിയ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ക്യാരറ്റ് അരഞ്ഞ് കിട്ടാൻ പാകത്തിനുള്ള പാല് കൂടിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3/4 ഗ്ലാസോളം പാല് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. നല്ല രീതിക്ക് കട്ടയും തരികളൊന്നും ഇല്ലാതെ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത് അവിടെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാത്രം ഞാൻ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം പാത്രമൊക്കെ നല്ലതുപോലെ ചൂടായി വന്നപ്പോഴത്തേക്കും ഇതിലേക്ക് വലിയൊരു സ്പൂണിൽ നെയ്യാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നെയ്യൊക്കെ ചൂടായി വരുന്ന സമയത്ത് നമ്മളവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ക്യാരറ്റ് കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നെയ്യിൽ കിടന്ന് തന്നെ നമ്മുടെ ക്യാരറ്റൊക്കെ നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതേപോലെ ഒന്ന് ഇതിനെ ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ക്യാരറ്റിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് പാലാണ് കേട്ടോ. 1 ഗ്ലാസ് അളവിൽ പാല് കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രമാത്രം ക്യാരറ്റാണ് എടുക്കുന്നത് അതനുസരിച്ചിട്ട് വേണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഞ്ചസാരയും പാലും ഒക്കെ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ക്യാരറ്റും നെയ്യും ഒക്കെ നല്ല രീതിക്ക് തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. പാലൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. തീരെ അങ്ങ് വറ്റിപ്പോകേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ട് ഒന്ന് കുറുകി വരുന്ന പരുവാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള റവ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം പാലൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് ഇഷ്ടമാകുകയാണെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. റവ ഇട്ട് കൊടുത്തതിന് ശേഷം കൈ ഇളക്കാതെ തന്നെ നമ്മൾ ഇത് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി വരും, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അപ്പം എന്താ റവയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കുറുകി കുഴഞ്ഞു വരുന്ന പരുവായിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവം വരെ നമ്മൾ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടോ, നല്ല രീതിക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ റവ കിട്ടിയിട്ടുണ്ട്. റവയും ക്യാരറ്റും കൂടി നല്ല മിക്സായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കാം. മാറ്റി കൊടുത്തതിന് ശേഷം കുറച്ചൊന്ന് തണുക്കാനായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്താ ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. നല്ലതുപോലെ തണുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് തണുക്കുമ്പോൾ തന്നെ ഇതിനെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. തീരെ അങ്ങ് തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉരുളകൾ ഉരുട്ടിയെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഉരുള ഉരുട്ടുന്നതിന് മുമ്പ് ഇതേപോലെ തന്നെ കുറച്ച് നെയ്യൊന്ന് കയ്യിലേക്ക് എടുത്തിട്ട് 2 കയ്യിൽ നല്ലതുപോലെ ഒന്ന് പുരട്ടുക. പുരട്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് ചെറിയ ഉരുളകൾക്കായിട്ടുള്ള മാവ് കൂട്ട് അതിൽ നിന്ന് എടുക്കേണ്ടതാണ്. ചെറിയ ഉരുളയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവാണ് എടുത്തിട്ടുള്ളത്. അതായത് ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള മാവ് മാത്രം നമ്മൾ എടുക്കേണ്ടി വരുന്നുള്ളൂ. കണ്ടോ. അതിനുശേഷം ഇതേപോലെ 2 കൈ കൊണ്ടും ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഉരുട്ടി കൊടുത്താൽ മാത്രം മതി കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉരുളകളാണ് ഞാനിവിടെ ഉരുട്ടി എടുത്തിട്ടുള്ളത്. ഒരു ഉരുള ഉരുട്ടി വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്കതുപോലെ തന്നെ ചെയ്തെടുക്കാം. എല്ലാ ഉരുളകളും ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാത്രമൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് 1/2 ലിറ്റർ പാല് കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാലൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു 3-4 ഏലക്ക കൂടി ഒന്ന്
പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏലക്കാപ്പൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഈ പാലിലേക്ക് ഞാൻ 2 വലിയ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയതുകൊണ്ട് തന്നെ മധുരം നല്ല രീതിക്ക് ഉണ്ടാകും. അപ്പോൾ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പഞ്ചസാരയും പാലും ഒക്കെ നല്ല മെൽറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ക്യാരറ്റിൻ്റെ റവയുടെയൊക്കെ ആ ഒരു ഉരുള ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉരുളകളാണ്. പൊട്ടിപ്പോകാതെ തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം അധികം ഇളക്കി കൊടുക്കാനും പാടില്ല, എങ്കിലും നമ്മളെ ഈ ഒരു കട്ടകൾ പൊട്ടിപ്പോകും. അത്രയ്ക്ക് സ്പോഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉരുളകളെല്ലാം ഞാൻ ദാ ഈ ഒരു തിളച്ച പാലിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിനെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാ വിട്ടാണ് നമ്മുടെ ഉരുളകളൊക്കെ ഇരിക്കുന്നത്. പൊടിഞ്ഞു പോവരുത്. മൊത്തത്തിൽ കറക്കി നമ്മൾ സ്പൂൺ വെച്ചൊന്നും ഇളക്കാൻ പാടില്ല കേട്ടോ. ഇതിനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം ചെറുതായിട്ട് ഇതാ സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ നല്ലതുപോലെ തന്നെ നമ്മുടെ ഉരുളകളും പാലും ഒക്കെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. നല്ല തന്നെ വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1/2 ഗ്ലാസ് പാലിൽ 2 സ്പൂണ് വറുത്ത അരിപ്പൊടി ഒന്ന് കലക്കിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡെസേർട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹം ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതെൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാകുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡെസേർട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതിലൊരു ഓൾ നിമിഷം കാണിക്കും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.